എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. അങ്കമാലി നഗരസഭ ഇനി മുതൽ ക്യാമറ വലയത്തിൽ. അങ്കമാലി നഗരസഭ നടപ്പിലാക്കുന്ന CCTV ക്യാമറ പദ്ധതി റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. അങ്കമാലി നഗരസഭാ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഇനി മുതൽ മുഴുവൻ സമയവും CC ക്യാമറ നിരീക്ഷണ വലയത്തിലായിരിക്കും. അനധികൃതമായി പൊതുനിരത്തുകളിൽ മാലിന്യം വലിച്ചെറിയുന്നവരും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരും ഉൾപ്പെടെ കുറ്റകരമായ കൃത്യങ്ങൾ പൊതുയിടങ്ങളിൽ നടത്തുന്നവരെ ക്യാമറ കണ്ണുകൾ കണ്ടെത്തി നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ ഉറപ്പുവരുത്തുവാനായി ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതിയാണിത്. ഒന്നാം ഘട്ടമായി 50 ക്യാമറകൾ വരെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അടുത്ത ഘട്ടത്തിൽ അത് 100 തേക്കും. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജിത ഷിജോയ്, പോൾ ജോവർ, KP, ജാൻസി അരികൽ, ജസ്മി ജിജോ, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, മുൻ ചെയർമാൻ ഡോക്ടർ ഷിയോ പോൾ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൗൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ, മനു നാരായണൻ, നായത്തോട് വികസന സമിതി പ്രസിഡന്റ് കുട്ടപ്പൻ TK, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ അനിൽ R, കില റിസോഴ്സ് പേഴ്സൺ P ശശി എന്നിവർ സംസാരിച്ചു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സ്കൂളിന്റെ കഥ, റോഡിന്റെ കഥ, അതുപോലെ അങ്കമാലി നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലും ഇതുപോലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വർഷം ചെയർമാനോട് സൂചിപ്പിക്കേണ്ട 50 ക്യാമറകളല്ല, നഗരസഭ മുഴുവൻ നമുക്ക് ഈ നഗരസഭയുടെ പണവും അതുപോലെ തന്നെ മറ്റ് സ്പോൺസർഷിപ്പ് MLAയും നമ്മളെല്ലാവരും കൂടെയൊക്കെ വിചാരിച്ചാൽ സ്പോൺസർഷിപ്പും ഒക്കെ നേടി നമുക്ക് പൂർണ്ണമായും നഗരസഭയെ ഈ CCTVയുടെ ഉള്ളിലാക്കണം. അതോടൊപ്പം ഇവിടുത്തെ കവർച്ചയും കളവും നേരത്തെ വൈസ് ചെയർമാൻ ശരി സൂചിപ്പിച്ച പോലെ ഈ അനാശാസ്യ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും. നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പത്താടൻ പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.